ഏവർക്കും സ്വാഗതം. ഒരു സിലിണ്ടർ മെറ്റൽ കഷണം വൃത്താകൃതിയിൽ രൂപാന്തരപ്പെടുത്തുന്നതിന് ഒരു ഹൈഡ്രോളിക് ഫോർജിംഗ് മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് ഇന്ന് നമ്മൾ പഠിക്കും. ആദ്യം ഹൈഡ്രോളിക് ഫോർജിംഗ് മെഷീന്റെ പ്രധാന ഘടകങ്ങളുമായി നമുക്ക് പരിചയപ്പെടാം. നിയന്ത്രണ പാനലിൽ പവർ സ്വിച്ച്, പ്രഷർ കൺട്രോൾ, എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ എന്നിവ ഉൾപ്പെടുന്നു. ചൂടാക്കൽ ചൂള കെട്ടിച്ചമയ്ക്കുന്നതിന് മുമ്പ് ലോഹത്തെ ചൂടാക്കാൻ ഉപയോഗിക്കുന്നു. ചൂടിൽ നിന്നും അവശിഷ്ടങ്ങളിൽ നിന്നും സ്വയം പരിരക്ഷിക്കുന്നതിന് എല്ലായ്പ്പോഴും സുരക്ഷാ ഗ്ലാസുകൾ, ചൂട് പ്രതിരോധിക്കുന്ന കയ്യുറകൾ, ഒരു എപ്രോൺ എന്നിവ ധരിക്കുക. സിലിണ്ടർ മെറ്റൽ കഷണം ചൂളയിൽ വയ്ക്കുക, ഉചിതമായ ഊഷ്മാവിൽ ചൂടാക്കുക. ഇത് ലോഹത്തെ സുഗമമാക്കുകയും രൂപപ്പെടുത്താൻ എളുപ്പമാക്കുകയും ചെയ്യുന്നു. ടോങ്ങുകൾ ഉപയോഗിച്ച് ചൂളയിൽ നിന്ന് ചൂടാക്കിയ ലോഹം ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്ത് താഴെയുള്ള ഡൈയിൽ വയ്ക്കുക. ഫോർജിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് സൈക്കിൾ സ്റ്റാർട്ട് ബട്ടൺ അമർത്തുക. ലോഹത്തെ ഒരു വൃത്താകൃതിയിൽ രൂപപ്പെടുത്തുന്നതിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഹൈഡ്രോളിക് പ്രസ് ഇറങ്ങും. ലോഹം ഡൈസിന്റെ ആകൃതിയിൽ പൊരുത്തപ്പെടുന്നതുവരെ പ്രസ് തുടർച്ചയായ സമ്മർദ്ദം ചെലുത്തും. ഇതിന് കുറച്ച് നിമിഷങ്ങൾ എടുത്തേക്കാം. സൈക്കിൾ പൂർത്തിയായി കഴിഞ്ഞാൽ അമർത്തുക യാന്ത്രികമായി പിൻവലിക്കും. മെഷീൻ ഓഫാക്കി വൃത്താകൃതിയിലുള്ള കഷണം ടോങ്ങുകൾ ഉപയോഗിച്ച് ശ്രദ്ധാപൂർവ്വം നീക്കം ചെയ്യുക.